കുട്ടിക്കാലം മുതലേ എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്നത്. അങ്ങനെ യാതൊരു മടിയില്ലാതിരുന്നൊരു കുട്ടിയായിരുന്നു കേട്ടോ ഞാൻ. എൻ്റെ ഏത് വല്യച്ഛന്മാർ വന്ന് വിളിച്ചാലും അമ്മായിമാർ വന്ന് വിളിച്ചാലും അവരുടെ കൂടെ പോവുക എന്നത് എനിക്കൊരു പതിവായിരുന്നു. എന്നാൽ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ അച്ഛൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ എൻ്റെ ചെറിയൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനെ തുടർന്ന് നമ്മളെല്ലാവരും കൂടി അവിടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണിത് കേട്ടോ. വടക്കാഞ്ചേരിക്കടുത്തുള്ള ഉത്രാളിക്കാവ് വളരെ ഫേമസ് ആണ് ഈ അമ്പലം. ഇവിടുത്തെ ഉത്സവങ്ങളും ഈ പറയുന്ന ഈ പാടമിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ ആ വയലിൻ്റെ നടുക്ക് കൂടെയുള്ള ഈ യാത്രയുമൊക്കെ അതിമനോഹരമാണ്. നമുക്ക് ട്രെയിനിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും ഒരേപോലെ കാണാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. എൻ്റെ ഈ വലിയച്ഛൻ്റെയും വല്യമ്മയുടെയും വീട്ടിലേക്ക് ഞാൻ അവസാനമായി വരുന്നത് 2015-ലോ 2016-ലോ ആണ് എന്നുള്ളത് ഞങ്ങളെല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു കാര്യമായിരുന്നു. അത് വഴക്കായിട്ടൊന്നും അല്ല കേട്ടോ, പല സാഹചര്യങ്ങൾ വെച്ചാൽ ഇങ്ങനെ ആ ഒരു യാത്ര മാറി മാറി പോയതാണ്. പക്ഷെ നമ്മൾ വേറെ പലയിടത്തും വെച്ച് കാണുമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് അവരുടെ വീട്ടിലേക്ക് അവരുടെ കുഞ്ഞമ്മുമായിട്ട് എത്തിയപ്പോൾ കിട്ടിയ ഒരു സ്വീകാര്യതയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരാനായിട്ട് അവരെടുക്കുന്ന ഈ കൊച്ചു കൊച്ചു എഫേർട്സ് പോലും, യെസ്, ലിറ്റിൽ തിങ്സ് മാറ്റേഴ്സ്, അങ്ങനത്തെ ഒരു മൊമെൻ്റാണ് കേട്ടോ ഇത്. എൻ്റെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതാണ് അവരെങ്കിലും അവർക്കും ഇതൊക്കെ കുറച്ച് പുതിയതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഷൂട്ടിങ്ങുകളും ഒക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇത്രയും മനോഹരമായിട്ടുള്ള ചുറ്റോട് ചുറ്റും വനം ആയിട്ടുള്ള അതിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ ഒരു അരുവി പോകുന്ന വയലിൻ്റെ നടുവിൽ നിൽക്കുന്ന ഈ ഒരു അമ്പലം. ഈ അമ്പലത്തിന് വേറൊരു പ്രത്യേകതയും ഉണ്ട്. അവിടെ ഒരൊറ്റ പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ, ഭഗവതി മാത്രമേ ഉള്ളൂ. ആ പ്രതിഷ്ഠയുടെ പിന്നിലും ഒരു ആല് വളർന്നു നിൽക്കുന്നുണ്ട് എന്നതാണ്. ആ അമ്പലത്തിൽ ചെന്നൊന്ന് തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അതിൻ്റെ ചുറ്റും ഇങ്ങനെ ട്രെയിൻ പോകുന്ന കാഴ്ചയൊക്കെ കണ്ട് കണ്ണും മനസ്സും എല്ലാം നിറഞ്ഞ് ആ ഒരു കുളിർമ മനസ്സിൽ തങ്ങി ഞാൻ വീട്ടിലേക്ക് പോന്നു.